ഞാൻ തനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്? എക്സാം കഴിഞ്ഞ് ആൻസർ ഷീറ്റ് എനിക്ക് നേരെ നീട്ടുമ്പോൾ നമ്മുടെ സാറ് ആബിദ് ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച ഹിബ കേട്ടില്ലെന്നുണ്ടാവും. നോക്കി നിൽക്കാതെ വായ തുറന്ന് വല്ലതും പറയൂ. ഞാനൊന്ന് പറയുമ്പോ അധ്യാപകനെന്ന റെസ്പെക്ട് പോലും ഇല്ലാതെ ഇങ്ങോട്ട് 10 പറയുന്ന ആളാ. എന്തു പറ്റിയെന്ന്? പേപ്പറിൽ കുമ്പളം കണ്ടപ്പോൾ നാവിറങ്ങിപ്പോയോ? എക്സാം പേപ്പറിൽ ഒരു 0, ഒരേ ഒരു 0 കിട്ടിയതിന്റെ പേരിൽ ക്ലാസ്സിൽ അത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരു മനസ്സലിവില്ലാതെ സാർ എന്നോട് ഉറഞ്ഞു തുള്ളുമ്പോൾ മൗനം വിദ്വാന ഭൂഷണമായി കരുതി പുച്ചമടക്കി നിൽക്കാൻ റബ്ബറിന്റെ സ്വഭാവമുള്ള എനിക്ക് കഴിഞ്ഞില്ല. കഴിയോ? ഇല്ല ഇല്ല, നാവ് ഇറങ്ങിയിട്ടൊന്നുമില്ല. ഒരു ആനമുട്ട് കിട്ടിയതേ അത്ര വലിയ മഹാഭാവായിട്ടൊന്നും എനിക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ മൗനം പാലിക്കേണ്ട ആവശ്യമില്ല. നാണല്ലോ തനിക്ക്. എല്ലാ തവണയും ഒരുപോലെ തോറ്റ് തൊപ്പിട്ടിങ്ങനെ വടി പോലെ ഈ 59 കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ താലുയർത്തി നിൽക്കാൻ. ബാക്കി എല്ലാവരും പോട്ടെ. ദേ ഇവൻ നിന്റെ ബ്രദറല്ലേ? അവനെ കണ്ടുപിടിക്ക്. ക്ലാസ്സിലെ മാത്രമല്ല കോളേജിലെ തന്നെ ടോപ്പർ അവൻ. അവന്റെ ബുദ്ധിയുടെ 10ൽ 1 ഉണ്ടോ തനിക്ക്? അവനെപ്പോലെ ആയിക്കൂടെ തനിക്കും? വീട്ടിൽ പോയി കമ്മ്യൂണിസ്റ്റ് നടത്തിയാൽ പോലെ നിങ്ങൾക്ക്? ഓ, അതിനൊന്നും വലിയ കാര്യമില്ല സാർ. ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റുമോ? ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമല്ലേ സാറേ? ഇപ്പൊ സാറിന്റെ കയ്യിലേക്ക് തന്നെ നോക്കിയാട്ടെ. 5 വിരലുകൾ ഒരുപോലെയാണ് കിടക്കുന്നത്. എന്തിനധികം സാർ ഇപ്പൊ പറഞ്ഞല്ലോ ഇവനെ പോലെ ആവാൻ. എന്നിട്ട് സാറെന്താ സാറിന്റെ ബ്രദറിനെ പോലെ ആവാത്തെ? അതേവിടെ ഒരു ബേക്കറി ഷോപ്പിലല്ലേ? സാറിന് നല്ലതല്ലാന്ന് തോന്നിയതുകൊണ്ടല്ലേ സാർ ഒരു സാറായത്? അതുപോലെ തന്നെ എനിക്ക് ഈ പഠനത്തിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പഠനത്തിൽ മിടിക്കാൻ മാത്രമേ ഉയരങ്ങളിലെത്തുള്ളൂ എന്ന് ഇതുവരെ തോന്നിയിട്ടുമില്ല. ഒരു കൂസലും ഇല്ലാതെ ആബി സാറിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ അത്രയും പറഞ്ഞു തീരുന്നതിന് മുമ്പേ അയാളുടെ ഗർജനം നമുക്ക് നേരെ ഉയർന്നിരുന്നു. ഓ ആയിക്കോട്ടെ, അതിനെന്താ, വലിയ ഉപകാരം എന്ന് പറഞ്ഞ് സാറിനെ നോക്കിയൊന്ന് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാൻ നിന്നു. പിന്നിൽ നിന്ന് വീണ്ടും അയാളുടെ ഇടിമുഴക്കം പോലത്തെ ശബ്ദമുയർന്നു. ഇപ്പൊ നീ ഇതുപോലെ കൈയും വീശി ഇറങ്ങിക്കോ. മൺഡേ വരുമ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ 50 വീതം എഴുതിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ്, ഈച്ച് 50 ടൈംസ്. അങ്ങനെ മൊത്തത്തിൽ 1000 തവണ എഴുതിയിട്ട് ഇപ്പൊ തിങ്കളാഴ്ച ഇങ്ങോട്ടേക്ക് പോന്നാ മതി. ഇല്ലെങ്കിൽ ഇന്ന് മാത്രമല്ല, വരുന്ന 3 മാസങ്ങൾ നീ എന്റെ ക്ലാസ്സിലിരിക്കില്ല. ആൻഡ് ഓൾസോ റെക്കോർഡ്സ് വരെ ഞാൻ സൈൻ ചെയ്തിട്ടില്ല. ഗോഡ് യു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലമാട് ആബി നേരത്തെ നമ്മൾ എറിഞ്ഞു കൊടുത്തതിന്റെ 300 ഇരട്ടി പൂച്ച നമുക്ക് നേരെ എറിഞ്ഞു തന്നു. പടച്ചോനെ, ആകെ പെട്ടല്ലോ. നമ്മൾ ഈ ലൈസൻസ് ഇല്ലാത്ത നാക്കി എപ്പോഴും നമുക്ക് പാരയാണല്ലോ. 1000 തവണ എന്നൊക്കെ പറഞ്ഞ എന്ന് എഴുതി തീരാനാ? വേറെ വല്ല സാറന്മാരായിരുന്നു എന്തേലും തരികിട കാണിക്കായിരുന്നു. ഇതിപ്പോ ഈ കാലമാണായതുകൊണ്ട് നമ്മളൊരു അടവും വരപ്പോവില്ല. എന്ന് മാത്രല്ല, പറഞ്ഞ പോലെ ചെയ്യുന്ന വാക്കിന് വിലയുള്ള ദുഷ്ടനാ. അയാളുടെ അടുത്ത് നിന്ന് ഒലിപ്പിച്ച് നോക്കിയാലോ? കുറച്ച് കരഞ്ഞു നാട്ടിച്ചാലെങ്കിലും ഈ ആബിദായിരുന്നുള്ളൂ ഒന്ന് കുറച്ച് തരുമോ റബ്ബേ? ആവശ്യം നമ്മുടേതായതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് പുറത്തുനിന്ന് ക്ലാസിന്റെ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. പടച്ചോനെ, അതിന് മറുപടി അങ്ങയുടെ വായിന്ന് പുറത്തേക്ക് വന്ന് ഏത് മദാമച്ചി പഠിപ്പിച്ച തെറിയാണ് നമുക്ക് അറിഞ്ഞില്ല. നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. സത്യം പറഞ്ഞ ഇംഗ്ലീഷിൽ ആകൂടെ നമ്മളെ പേര് എഴുതാൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. എന്നോടാ ഈ കോന്തന്റെ ഒലക്കമ്മല ഇംഗ്ലീഷ്. ഇനിയൊരു വഴിയുള്ളൂ. വീട്ടിൽ ചെന്ന് ഹിഷാമിന് നല്ലോണം പതപ്പിക്കണം. പകുതി അവനോട് എഴുതിത്തരാൻ പറയണം. ഇന്ന് ആ വീട്ടിൽ ചെന്ന് നമ്മളെ കളിയാക്കി കൊല്ലും. എങ്കിലും വേണ്ടില്ല, ദേഷ്യം കൺട്രോൾ ചെയ്ത് അവന്റെ കൈയും കാലം പിടിച്ച് എഴുതിത്തരാൻ സഹായിക്കാൻ പറയാം. പെങ്ങളെ പിടിച്ച് പുറത്താക്കിയിട്ട് അവന് വല്ല കൂസലുണ്ടോ നോക്കിക്കേ. ഞെളിഞ്ഞിരിക്കാം കോപ്പ്. അതോ അയാളുടെ വായി നോയിക്കൊണ്ട് ഫീലിംഗ് പുച്ഛം രണ്ടിനോടും. പടച്ചോനെ, ഏത് സമയത്താണാവോ ഈ ബുജിയുടെ ഇരട്ട സഹോദരിയെ ജനിച്ചു വീണ്? അന്ന് തൊട്ട് തുടങ്ങിയതാ ഒടുക്കത്തെ ഈ അപമാനങ്ങളൊക്കെ. അവസാനത്തെ 2 പീരിയഡും ഒരു ദയമില്ലാതെ ആബിസാറ് നമ്മളെ പുറത്തേനെ നിർത്തിച്ചു. അതിൻ്റെയൊക്കെ ദേഷ്യം തീർത്ത് നമ്മളെ ചങ്ക് ബ്രോ ഹിഷാമിനോടാണ്. ഇന്ന് അവന്റെ കൂടെ മാത്രം വീട്ടിൽ പോകുന്നു ഞാൻ. അന്ന് അവനെ മൈൻഡ് ചെയ്യാതെ ക്ലാസ്സിലെ നമ്മളെ തള്ളിപ്പൊളി ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റിക്കറങ്ങിയാണ് വീട്ടിലേക്ക് അയച്ചെന്ന്. പിന്നാൽ തന്നെ ഹിഷാം ഹിബ നിക്കടി എന്നൊക്കെ വിളിച്ച് കൂവിക്കൊണ്ടുവരുന്ന കണ്ടതാണ്. നമ്മുടെ ഈ കലിപ്പ് മോത കാണാൻ വേണ്ടി എന്ന പോലെ വരാന്തയിൽ തന്നെ സൂപ്പർ ഹീറോ, അതായത് നമ്മുടെ വാപ്പിച്ച് ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ഹിഷാമോ, വരുന്ന വഴിയിൽ എവിടെയെങ്കിലും തേനീച്ച കൂട്ടുണ്ടായിരുന്നോടാ? നമ്മളെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ പിന്നാലെ കയറി വന്ന ഹിഷാമിനോട് വാപ്പിച്ചത് ചോദിച്ചും നമ്മൾ മൂപ്പരെ തറപ്പിച്ചും നോക്കി. ഇങ്ങനെ നോക്കി പഠിപ്പിക്കലടി, വാപ്പിച്ച് ഞാൻ കരിഞ്ഞോണി പോവും. നിനക്ക് വാപ്പിച്ചിന് വേണ്ടെന്ന് കരുതി നിന്റെ ഒടുക്കത്തെ ബുദ്ധിയും ഡയലോഗിലേക്ക് അങ്ങ് കോളേജിൽ കാണിച്ചാൽ മതി. എന്റെ അടുത്തേക്ക് ഇറക്കാൻ നിൽക്കല്ലേ, അടിച്ചതിന്റെ മോന്നര ഷേപ്പ് ഞാൻ മാറ്റിത്തരും. പറഞ്ഞില്ല വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഹിഷാമിനെ പിടിച്ച് തള്ളിയതും ഹിബുന്ന് വിളിച്ചുകൊണ്ട് വാപ്പിച്ച് നമ്മുടെ കൈ പിടിച്ചു. ഞാൻ അപ്പോൾ തന്നെ വീണ്ടും മുഖം വീർപ്പിച്ച് കൈ കുടയാൻ തുടങ്ങി. ഹിബു, ആരോടാണ് ഇത്രയ്ക്ക് ദേഷ്യം? ആരാ എന്റെ ഹിബുവിനോട് ഉടക്കിന് വന്ന് എന്തിനെങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കണേ? ആരായാലും മോൾ എന്നോട് പറ, വാപ്പിച്ച് ചെന്ന് ചോദിക്കാം നിന്നെ ദേഷ്യം പിടിപ്പിച്ചവരോട്.
എന്നാ നിങ്ങൾ നാളെ മാറ്റി ഒരുങ്ങി കോളേജിലേക്ക് വന്നു. ഇന്ന് അവിടെ പ്രശ്നം ആബി സാർ തന്നെയാണ് വാപ്പ. സാറിന് കുറ്റം പറയാനൊന്നുമില്ല. ഒക്കെ അവളുടെ കയ്യിലിരിപ്പിന് കിട്ടുന്ന എന്ന് പറഞ്ഞ് തുടങ്ങിക്കൊണ്ട് ഇന്ന് നടന്ന മുഴുവൻ കാര്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ നമ്മുടെ സ്വീറ്റ് ബ്രദർ വാപ്പാനോട് പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ട് രണ്ടാളും നമ്മളെ നോക്കി തലങ്ങും വിലങ്ങും ചിരിക്കുമ്പോഴാണ് നമ്മളെ